ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ. ഇന്ന് നമുക്ക് ബീട്രൂട്ടും കൊണ്ട് ഒരു നല്ല അടിപൊളി കറി ഉണ്ടാക്കാം. നമ്മൾ സാധാരണ എപ്പോഴും മെഴുക്ക് പുരട്ടി തോരനൊക്കെ വയ്ക്കുന്നത്. ഇതൊരു നല്ല കറിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി വേണം, കൊച്ചുള്ളി വേണം, കുറച്ച് കൊച്ചുള്ളി ഏറെ വേണം, നമുക്ക് കുറച്ച് കൊച്ചുള്ളി വറുത്തിടാനും വേണം, വെളുത്തുള്ളി വേണം, പിന്നെ കുറച്ച് പച്ചമുളക് വേണം. ഇതെല്ലാം കൊണ്ട് എങ്ങനെയായി ഈ കറി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നല്ല ഫ്രഷ് ബീട്രൂട്ട് ഇത്, നല്ല കളറൊക്കെ ഉണ്ട്. ബീട്രൂട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി കട്ട് ചെയ്യാം. ബീട്രൂട്ട് നല്ലതായിട്ട് തൊലിയൊക്കെ കഴിഞ്ഞ് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ബീട്രൂട്ടിൻ്റെ കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി, വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് തക്കാളി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പരിപ്പാണ്. അത് ഞാനിവിടെ സാമ്പാർ പരിപ്പില്ല, നമ്മുടെ തോരപ്പരിപ്പ്, അത് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന അതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് തീരെ കുറച്ച് മതി. ഇനി മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. ഒരു 5-6 വിസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പച്ചമുളക് ഇട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തുറന്നിട്ട് പിന്നെ പച്ചമുളകും കൂടി ഇട്ടു. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മുടെ കുക്കർ റെഡി ആകുന്ന നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം, 2 പച്ചമുളക്. ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ കുക്കർ എയറൊക്കെ പോയി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. തക്കാളിയും പരിപ്പും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് അത്ര വെന്തുടഞ്ഞ് പോകത്തില്ലല്ലോ, അത് നമുക്ക് സ്പൂണും കൊണ്ട് അല്പം ഒന്ന് ഉടച്ചെടുക്കാം. എല്ലാം ഒരുവിധം ഞാൻ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇതാ നല്ല കൊഴുത്ത്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ജീരകവും തേങ്ങയും പച്ചമുളകും കൂടെ അരച്ചത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. കുറച്ച് കുറവുണ്ട്. ഇനി ഇത് സ്ലോ ഫയറിൽ വെച്ചിട്ട് ഇച്ചിരി നേരം ഒന്ന് തിള വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിളയായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഒത്തിരി അങ്ങ് വെട്ടി തിളയ്ക്കുന്നവരെ വെച്ചേക്കണ്ട. അതല്പം ഇനി ഇതുപോലത്തെ തിള വന്നാൽ മതി. നമുക്കിനി ഇതിലേക്ക് ഇനി കുറച്ച് കടുകും കറിവേപ്പിലയും ഉള്ളിയെല്ലാം കൂടെ, നല്ല കൊച്ചുള്ളി നന്നായിട്ട് വറുത്തിടണം. അതൊന്ന് വറുത്തെടുക്കാം. ഇത്രയായ മതി. നമുക്കിനി മാറ്റി വയ്ക്കാം. ഒരു പാൻ വെച്ചു അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങി. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. നല്ല വട്ടത്തിൽ അരിഞ്ഞ കൊച്ചുള്ളി, കുറച്ച് വെളുത്തുള്ളി, നന്നായിട്ടൊന്ന് മൂത്ത് വരണം.
വറ്റൽമുളക്, ഉള്ളി ആയി വരുന്നുണ്ട്, കറിവേപ്പില ചേർക്കും. ഈ കുറച്ച് വെക്കണം, ഇനിയിപ്പോൾ എളുപ്പം അങ്ങ് കരിഞ്ഞു പോകും. ആയിട്ടുണ്ട്, നമുക്കിനി ഓഫ് ചെയ്യാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, കടുക്, പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ രുചി ഒന്ന് കൂട്ടാനും ഒന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ബീറ്റ്റൂട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീറ്റ്റൂട്ട് കറി അധികം ആരും വെച്ച് കാണാൻ സാധ്യതയില്ല. കാരണം നമ്മളെപ്പോഴും ബീറ്റ്റൂട്ട് മേടിക്കുകയാണെങ്കിൽ സലാഡ് ഉണ്ടാക്കും, അല്ലെങ്കിൽ തോരനുണ്ടാക്കും, മെഴുക്കുവരട്ടി ഉണ്ടാക്കും. ഇങ്ങനൊരു കറി വളരെ റെയറായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നത്. ഇത് ഭയങ്കര ഒരു വ്യത്യസ്തമായ ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാം. അത്രയ്ക്ക് ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ്, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അത് കാരണം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.